നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ഇസ്രായേലിനെയും ഹമാസിനെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ശ്രമം അനുയോജ്യമല്ലെന്ന് ട്രൂഡോ. ചൊവ്വാഴ്ച ഗാസ മുനമ്പിൽ നടന്ന യുദ്ധത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും ഹമാസ് നേതാക്കളെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നീക്കത്തിൽ നിലപാട് സ്വീകരിക്കുന്നതിനെതിരെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രതികരിച്ചു. ബെഞ്ചമിൻ നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ പ്രതിരോധ മന്ത്രിക്കും മുതിർന്ന ഹമാസ് നേതാക്കൾക്കുമായി തിങ്കളാഴ്ച അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കണമെന്ന് കോടതി ചീഫ് പ്രോസിക്യൂട്ടർ അറിയിച്ചു. ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി അതിന്റെ പ്രവർത്തനങ്ങളിൽ സ്വതന്ത്രമാണ്. എല്ലാവരും അന്താരാഷ്ട്ര നിയമങ്ങളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടത് എത്ര പ്രാധാന്യമാണെന്ന് താൻ തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഫിലാഡൽഫിയയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ട്രൂഡോ പറഞ്ഞു. തൊഴിൽ മന്ത്രാലയം നോ ബോർഡ് റിപ്പോർട്ട് നൽകി. TTC തൊഴിലാളികൾക്ക് 17 ദിവസത്തിനുള്ളിൽ സമരം ചെയ്യാം. ഒന്റാരിയോയിലെ തൊഴിൽ മന്ത്രാലയം 12,000 TTC തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് യൂണിയന് നോ ബോർഡ് റിപ്പോർട്ട് നൽകി. നോ ബോർഡ് റിപ്പോർട്ട് നൽകി 17 ദിവസത്തിനു ശേഷം നിയമപരമായ പണിമുടക്ക് ആരംഭിക്കാം. ജൂൺ 7 മുതൽ എപ്പോൾ വേണമെങ്കിലും നിയമപരമായി സമരം ചെയ്യാൻ യൂണിയന് കഴിയും. ഏപ്രിൽ 1 മുതൽ തങ്ങൾ കോൺട്രാക്ട് ഇല്ലാത്തവരാണെന്ന് അമാൽഗമേറ്റഡ് ട്രാൻസിറ്റ് യൂണിയൻ ലോക്കൽ 113 മാധ്യമങ്ങളോട് പറഞ്ഞു. BC സീരിയ കില്ലർ റോബർട്ട് പിക്ടൺ ക്യൂബക് ജയിലിൽ ആക്രമിക്കപ്പെട്ടു. ബ്രിട്ടീഷ് കൊളംബിയയിൽ നിന്നുള്ള സീരിയ കില്ലർ റോബർട്ട് പിക്ടൺ കഴിഞ്ഞ ദിവസം മറ്റൊരു തടവുകാരാൽ ആക്രമിക്കപ്പെടുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. 74-കാരനായ പിക്ടണിനെ 51-കാരനായ ഒരു അന്തേവാസി വൈകുന്നേരം 5:15 ആക്രമിക്കുകയായിരുന്നുവെന്ന് പ്രവിശ്യയിലെ പോലീസ് സേവനമായ സ്യൂദേദ്യു ക്യൂബക്കിന്റെ വക്താവ് പറഞ്ഞു. ആക്രമിക്കപ്പെട്ട സാഹചര്യങ്ങൾ അജ്ഞാതമാണെങ്കിലും പ്രതി ഒരു വലിയ ആക്രമണത്തിനാണ് ഇരയായിരിക്കുന്നതെന്ന് കറക്ഷണൽ സർവീസ് കാനഡ മാധ്യമങ്ങളോട് പറഞ്ഞു. സാമ്പത്തിക തട്ടിപ്പ് $37,000 കോൺട്രാക്ടർ കടന്നുകളഞ്ഞു. വീടിന്റെ റിനോവേഷൻ എന്ന വ്യാജേന ഇടപാടുകാരിൽ നിന്ന് ആയിരക്കണക്കിന് ഡോളർ തട്ടിയെടുത്ത കേസിൽ 23-കാരനായ ടൊറന്റോക്കാരനെ പീൽ റീജിയണൽ പോലീസ് അറസ്റ്റ് ചെയ്തു. 2023 ഏപ്രിലിനും 2023 നവംബറിനുമിടയിൽ പീലിലെ താമസക്കാർ കരാറുകളിൽ ഒപ്പുവെക്കുകയും മൊത്തം $37,000 TRT മോൺസറി ആൻഡ് ജനറൽ കോൺട്രാക്ടിംഗ് എന്ന കമ്പനിയെ പ്രതിനിധീകരിക്കുന്ന ഒരാൾക്ക് കൈമാറുകയും ചെയ്തുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നാൽ കരാർ ഒപ്പിട്ട് പണം കൈമാറിയിട്ടും പണിയൊന്നും നടന്നില്ലെന്ന് പോലീസ് പറയുന്നു. മെയ് 16 വ്യാഴാഴ്ച പോലീസ് ട്രിസ്റ്റാൻ ടർണോസി എന്നയാളെ അറസ്റ്റ് ചെയ്യുകയും പൊതുജനങ്ങളെ വഞ്ചിച്ചതിനും കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച സ്വത്ത് കൈവശം വെച്ചതിനും കേസെടുത്തു. ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതിരിക്കാനും തട്ടിപ്പിന് ഇരയായതായി സംശയാസ്പദമായി തോന്നിയാൽ പോലീസിനെ അറിയിക്കാനും ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ, ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.